കുട്ടികളടക്കം കാണുന്ന ഒരു ഷോയാണ്. അതിലിങ്ങനെയുള്ള ഈ വൃത്തികേടുകളൊക്കെ കാണുമ്പോൾ അത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ ഇത് എന്തായാലും നിയമലംഘനം തന്നെയാണ് ബിഗ് ബോസിനകത്ത് നടത്തുന്നത്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ ഒരു സർവേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 100-ൽ 99% ബിഗ് ബോസിനെതിരെ കുറ്റം മാത്രമാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് കുറ്റം കാണുമ്പോൾ പ്രതികരിക്കുന്നില്ല. കുറ്റം കാണുക പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും, ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ ആ വൃത്തികേടും ലീലാവിലാസങ്ങളും കാണുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അല്ലാതെ അവരെ എതിർക്കുകയോ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുക ഒന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കും ശരിയാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിന്റെ പ്രവൃത്തി തന്നെ. അപ്പൊ അത് കാണുമ്പോൾ പുറത്ത് കാണുന്നവർക്കുള്ള ആ ഒരു മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തായാലും ബിഗ് ബോസ് നിർത്താൻ പോവുകയാണെന്ന് പറയണം. ബിഗ് ബോസ് നിർത്തുവാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ബിഗ് ബോസിൽ പല കാര്യങ്ങളും റിവ്യൂ ചെയ്യാറുണ്ട്. എനിക്ക് കണ്ടെത്രത്തോളം ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ നല്ല അഭിപ്രായം